ഹലോ മക്കളെ, സ്നേഹൗസ് ആണ്. ഹിന്ദിയാണ് എടുക്കുന്നത്. വരും നമുക്ക് കുറച്ചു നേരം ഹിന്ദി പഠിക്കാം. അപ്പൊ നാളെയാണ് നമ്മുടെ ഹിന്ദിയുടെ എക്സാം വരുന്നത് അല്ലേ മക്കൾ? ടെൻഷൻ ഒന്നും ആവേണ്ട. നമുക്ക് വളരെ നന്നായിട്ട് തന്നെ അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ഹിന്ദി പഠിക്കാം. മിസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ എന്തായാലും പഠിച്ചിട്ട് പോകേണ്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ലേ, അങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യനുമായിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് വാർത്താലാപ് എന്താന്ന് മക്കൾക്ക് അറിയാം, കാരണം മക്കൾ 5ാം ക്ലാസ്സിലും പഠിച്ചിട്ടുണ്ട്. പിന്നെ അതുമല്ല നമ്മുടെ ഇപ്പൊ പാഠങ്ങളിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു സംഭവമാണ് വാർത്താലാപ് എന്ന് പറയുന്നത്. എന്താണ് വാർത്താലാപ് എന്ന് വെച്ചാൽ കോൺവെർസേഷൻ ആണ് അല്ലെ. കോൺവെർസേഷൻ ആണ് നമ്മൾ എന്ത് പറയുന്നത്, വാർത്താലാപ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ വാർത്താലാപ് എഴുതാൻ വേണ്ടി വരും. ഏതൊക്കെ പാഠത്തിൽ നിന്നാണ് വരിക മിസ്സേ? ഓക്കെ, രൂരു എന്ന് പറയുന്ന പാഠത്തുനിന്നും സീഖിടി മച്ചിലി സൂഖി ക്യോനെഹി എന്ന് പറയുന്ന പാഠത്തുനിന്നും. അപ്പൊ ഈ ഒരു പാഠം വരെ നമുക്ക് ഉണ്ടല്ലേ, നമുക്ക് രൂരു സീഖിടി മച്ചിലി സുഖി ക്യോനെഹി എന്ന് പറയുന്ന പാഠം വരെയാണ് നമുക്ക് ഇപ്പൊ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ഓണം എക്സാമിന് അല്ലെ. അപ്പൊ ഈ ഒരു 2 ഭാഗത്തുനിന്ന് നമുക്ക് വാർത്താലാപകൾ, കോൺവെർസേഷനുകൾ വരും. എങ്ങനെയാണ് വരിക എന്നുള്ളത് മിസ് പറഞ്ഞുതരാം. ഏതൊക്കെയാണ് വരിക എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നിർബന്ധമായിട്ട് ഇത് പഠിച്ചിട്ട് വേണേ പോകാൻ വേണ്ടിയിട്ട്. മക്കൾ മറന്നു പോരുതേ, ഇത് എന്തായാലും പഠിച്ചിട്ട് നോക്കിയിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാന്നറിയോ, നമ്മുടെ രൂരുടെ പാഠത്തുനിന്ന് വരുന്ന സംഭാഷണം നോക്കാം. ആ സംഭാഷണം മക്കൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ പഠിച്ചിട്ടുള്ള ഒരു സംഭവമാണ്. ഏതായിരുന്നു നമ്മുടെ ഈ ഒരു രൂരും, പിന്നെന്താണ് രൂരു ആരെ സഹായിച്ചിട്ടുണ്ടായിരുന്നു? നമ്മുടെ ചിടിയേനെ, പക്ഷിയെ സഹായിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ ഈ പക്ഷിയുടെ കുഞ്ഞുങ്ങളൊക്കെ രൂരുടെ അമ്മയുടെ സഞ്ചിന്റെ ഉള്ളില്, ജേബിന്റെ ഉള്ളിലായിരുന്നു ഇത്രയും കാലം ഉണ്ടായിരുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുവാണ്. നമ്മുടെ ജേബിന്റെ ഉള്ളിൽ നിന്നും കുട്ടികളൊക്കെ പുറത്തിറങ്ങി, നമ്മുടെ പക്ഷിയൊക്കെ രാവിലെ നീറ്റു എന്ന് വിചാരിക്കുക. ഈ രാവിലെ എഴുന്നേക്കുന്ന സമയത്ത് നമ്മുടെ കുറേ മൃഗങ്ങള് നമ്മുടെ ഈ ഒരു പക്ഷിനോട് ക്വസ്റ്റ്യൻ ചോദിക്കുവാണ്. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ അമ്മയുടെ ജേബ്, എങ്ങനെ ഉണ്ടായിരുന്നു, ഉറങ്ങാൻ പറ്റിയോ, വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ എന്നൊക്കെ പറഞ്ഞിട്ട് അവര് തമ്മിലുള്ള സംഭാഷണം. അത് മക്കള് ഓൾറെഡി പഠിച്ചിട്ടുള്ള സംഭവമാണ്. നോക്കാം. സബേരെ ഹി സാരേ മിത്ര ആയി. സബേരെ എന്ന് വെച്ചാൽ എന്താണ്, രാവിലെ അല്ലെ. രാവിലെ തന്നെ എല്ലാ മിത്രങ്ങളും, എല്ലാ ഫ്രണ്ട്സും എന്തായി വന്നു. ഓക്കെ, ചിടിയാസെ ബാത്തേ കർണേ ലഗേ. നമ്മുടെ പക്ഷിയോട് എന്ത് ചെയ്യാൻ തുടങ്ങി? ബാത്തേ കർണേ ലഗേ, സംസാരിക്കാൻ വേണ്ടി തുടങ്ങി. ഓക്കെ, ബാച്ചീത് ആകെ ബഡായേ എന്നാണ് മക്കളോട് പറഞ്ഞിട്ടുള്ളത്. ബാച്ചീത് എന്നാണ് നമ്മുടെ സംഭാഷണം, കോൺവെർസേഷൻ. ആകെ ബഡായേ, മുന്നോട്ട് എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, എന്നില്ല. അപ്പൊ ആരൊക്കെ തമ്മിലാണ്? ചിടിയേയും പിന്നെ നമ്മുടെ ഫ്രണ്ട്സും തമ്മിലാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് മക്കൾക്ക് എന്താണ് ഇത് ഇവിടെ തന്നിട്ടുണ്ട്, ആരൊക്കെയാണ് എഴുതണ്ടേ എന്നുള്ളത്. ഓക്കെ, കുറച്ച് 2 ആൾക്കാരെ മക്കൾക്ക് വേണം എക്സ്ട്രാ ചേർത്ത് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പൊ നോക്കി, എന്താണ്, ഹാത്തിയാണ് ആദ്യം സംസാരിക്കുന്നത്. ആ ഒരു കാടിന്റെ ഉള്ളിലാണ് നടക്കുന്നത്. അപ്പൊ കാട്ടിലെ കുറെ മൃഗങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടാവും അല്ലെ. അപ്പൊ അത് വെച്ചിട്ടാണ് നമ്മൾ എഴുതുന്നത്. നമുക്കിത് ഇങ്ങനെ ഒരു സംഭാഷണം സെറ്റാക്കാം. എന്റെ മക്കൾ ഈ സംഭാഷണം പഠിച്ചിട്ട് വേണം പോകാൻ വേണ്ടിട്ട് കേട്ടോ. അപ്പൊ നോക്കാം. ഹാത്തി ചോദിക്കുവാണ്, കങ്കാരു കി ജേബ് അല്ലെ, കങ്കാരു കി ജേബ് മേ കേസാ റഹാ. കങ്കാരുവിന്റെ ഈ ഒരു ജേബ് മീൻസ് എന്താണ്, പോക്കറ്റ് എന്നുള്ള അർത്ഥം അല്ലെ. പോക്കറ്റില് എങ്ങനെ ഉണ്ടായിരുന്നു, ഓക്കെ, അല്ലെങ്കിൽ എങ്ങനെ ഉണ്ടായി എന്നുള്ള ഒരു പോലെ ചോദിക്കുവാണ്. എങ്ങനെ ഉണ്ടായി ഈ ഒരു ജേബൊക്കെ, നല്ല സുഖം ഉണ്ടായിരുന്നു എന്നൊക്കെയുള്ള പോലെ അല്ലെ. അപ്പൊ നമ്മുടെ ചിടി എന്ത് പറഞ്ഞിട്ടുണ്ടാവും? ചിടി പറഞ്ഞു, ആരാംസെ സോയ. ആരാംസെ എന്താണ്, വളരെ സുഖമായി എന്നുള്ള അർത്ഥം കേട്ടോ. സുഖമായി എന്തായി, നമ്മള് ഉറങ്ങി എന്ന് പറയുവാണ്. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള സാധനമാണേ. അപ്പൊ മേണ്ടക്ക് അടുത്ത തവളയാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഡർനലക, പേടിയായില്ലേ എന്ന് ചോദിക്കുക അല്ലെ. ഡർനലക, പേടിയായില്ലേ. ഓക്കെ, പേടിയായില്ലേ എന്ന് ചോദിക്കുവാണ്. പേടിയായില്ലേ എന്ന് ചോദിച്ച സമയത്ത് നമ്മുടെ ചിടി എന്ത് പറഞ്ഞിട്ടുണ്ടാവും? നെഹി, ഇല്ല എന്നുള്ളത് നമ്മൾ ഹിന്ദിയിൽ എന്ത് പറയും? നെഹി അല്ലെ, നോ എന്ന് പറയുവാണ്. വഹാ ഖത്തറ നെഹി താ. ഖത്തറ മീൻസ് എന്താണ്, അപകടം എന്നുള്ള അർത്ഥമാണ്. അപകടം. ഓക്കെ, അപകടം. ഇത് നമ്മൾ ഓൾറെഡി നമ്മുടെ പാഠത്തിൽ പഠിച്ചതാണ്, ഖത്തറ എന്നുള്ളത്. അപ്പൊ നമുക്ക് എന്താണ്, വഹാ ഖത്തറ നെഹി താ. അവിടെ എന്തുണ്ടായിരുന്നില്ല? അപകടം ഒരു അപകടവും ഇല്ലായിരുന്നു. ഒരു പ്രശ്നം, നോ പ്രോബ്ലം, ഒന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ള പോലെ പറയുവാണ് അല്ലെ. നോക്കിക്കേ, ബാലുവാണ് അടുത്തേ ചോദിക്കുന്നത്. കരടിയാണ് അല്ലെ. കരടിയാണ് അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നത്. കങ്കാരു കി ജേബ് കേസി തീ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. കങ്കാരുവിന്റെ ജേബ് എങ്ങനെ ഉണ്ടായിരുന്നു? അത് നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്. കങ്കാരുവിന്റെ ആ പോക്കറ്റ് വളരെ സോഫ്റ്റ് ആയിരുന്നു എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ അത് വെച്ച് നമുക്ക് ഇത് എഴുതിക്കൂടെ? നോക്കുക, കങ്കാരുവിന്റെ ജേബ് വെച്ചെന്താണ്, പോക്കറ്റ്. കേസി തീ, എങ്ങനെ ഉണ്ടായിരുന്നു അല്ലെ, എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുവാണ്. അപ്പൊ നോക്കിക്കേ, എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുവാണ്.
ഓക്കെ, അപ്പൊ എന്റെ മക്കൾ നോക്കിക്കേ, ചിടിയ പറയുവാണ്. അപ്പം നരം ഓർ മുലായം. ഓക്കെ, നരം മീൻസ് എന്താണ്? സോഫ്റ്റ് എന്നുള്ള അർത്ഥമാണ്. മുലായം എന്ന് വെച്ചാൽ എന്താണ്? സോഫ്റ്റ് എന്നുള്ള അർത്ഥമാണ്. അപ്പൊ നമ്മൾ ആ 2 വാക്ക് എടുത്ത് എഴുതാണേ. നരം നല്ല സോഫ്റ്റ് ആയിരുന്നു എന്നുള്ള പോലെ സോഫ്റ്റ് ആയിരുന്നു. ഓക്കെ, അപ്പൊ ബന്ദർ, അടുത്ത 2 ആൾക്കാരെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ എക്സ്ട്രാ ഇട്ട് കൊടുക്കണം. നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ ഇട്ട് കൊടുക്കുക അല്ലെ. നമ്മളിവിടെ ആരെ ഇട്ട് കൊടുക്കുന്നത്? നമ്മുടെ കുരങ്ങനെയാണ്, മങ്കീനെയാണ്, ബന്ദറിനെയാണ് ഇട്ട് കൊടുക്കുന്നത്. ബന്ദർ ചോദിക്കുവാണ്, റൂരു കഹാം സോയ. അല്ല, ഈ കുട്ടികളൊക്കെ ഉണ്ടല്ലോ ഈ ജേബിന്റെ ഉള്ളിൽ കിടക്കുവാണെങ്കിൽ റൂരു എവിടെ കിടന്നത്? റൂരു കഹാം. കഹാം മീൻസ് എന്താണ്? എവിടെ സോയ, എവിടെ കിടന്നു എന്ന് ചോദിക്കുവാണ്. എവിടെ കിടന്നു? റൂരു എവിടെ കിടന്നത്? ഓക്കെ, ഹമാരെ സാത്ത്, ഞങ്ങളുടെ കൂടെ എന്ന് പറയാം അല്ലെ. ഞങ്ങളുടെ കൂടെ തന്നെയാണ് രൂരു. നമ്മൾ ലാസ്റ്റ് നമ്മുടെ കഥ എങ്ങനെയാ അവസാനിക്കുന്നത്? രൂരു അവിടെ കിടന്നു എന്ന് പറഞ്ഞിട്ടല്ലേ. ഓക്കെ, ഹമാരെ സാത്ത്, ഞങ്ങളുടെ കൂടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതുന്നു. ഓക്കെ, സെറ്റ്. അപ്പൊ രൂരുടെ പാഠത്തിൽ മക്കൾ ഇമ്പോർട്ടൻസ് ആയിട്ട് പഠിക്കേണ്ട സംഭാഷണം, വാർത്താലാപം എന്ന് പറയുന്നത് ഇതാണ്. ഇനി സീഖടി മച്ചിരി സൂഖി ക്യോനി എന്ന് പറയുന്ന പാഠഭാഗത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു എന്താണ്? ഒരു സംഭാഷണമാണ് മിസ് പറയുന്നത്. ഇത് സംഭാഷണം എന്ന് പറയുന്ന സമയത്ത് ഇത് നമുക്ക് എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എക്സാമിന് ചോദിച്ച രീതിയിലാണ് തന്നിട്ടുള്ളത്. എക്സാമിന് മക്കൾക്ക് ഈ ഒരു പാഠഭാഗത്ത് നിന്ന് ചോദിക്കുന്ന സമയത്തുണ്ടല്ലോ, ടെൻഷൻ ആവണ്ട. മക്കൾക്ക് എന്ത് തരുന്നറിയോ? ഹിന്റ് തരും. ഹിന്റ് മീൻസ് എന്താണ്? നമുക്ക് സംഭാഷണം തരും. സംഭാഷണം ചില സമയങ്ങളിൽ കേട്ടോ സംഭാഷണം നമുക്ക് തരും. എന്നിട്ട് ആ സംഭാഷണം എന്ത് ചെയ്യണം? എന്റെ മക്കള് ഓർഡറിൽ ഇത് ഇവിടെ എഴുതേണ്ട ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. സ്വന്തമായിട്ട് ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഓക്കെ, നമുക്കൊന്ന് വായിച്ചു നോക്കാവേ. നമുക്ക് അറിയാം. സഹി സംവാദ് ചുൻകർ ലിഖേ. ശരിയായിട്ടുള്ള സംവാദ്. സംവാദ് എന്താണ്? ഓക്കെ, സംഭാഷണം എന്നുള്ള അർത്ഥം തന്നെയാണ് കേട്ടോ സംഭാഷണം. ഓക്കെ, സംഭാഷണം ചുൻകർ എടുത്തെഴുതാനാണ് മക്കളോട് പറഞ്ഞിട്ടുള്ളത്. വാർത്താലാപ് കി പൂർത്തി കരേ. വാർത്താലാപ് നിങ്ങൾ എന്ത് ചെയ്യണം? പൂർത്തിയാക്കണം. അപ്പൊ ഇവിടെ എന്ത് തന്നിട്ടുണ്ട്? ഈ സംഭാഷണം തന്നിട്ടുണ്ട്. 1 2 3 4 ഒരു 4 സംഭാഷണം നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് എന്താണ് നോക്കിക്കേ മക്കള്? ഭൂടിമ എന്ന് പറഞ്ഞിട്ട്, അതായത് നമുക്ക് അറിയാം അതിൽ ആരൊക്കെയാണെന്നുള്ളത്. ഒരുപാട് വലിയൊരു കഥയായിരുന്നു. അതിൽ ഇഷ്ടംപോലെ സംഭാഷണങ്ങൾ ഉണ്ട് അല്ലെ. ഇപ്പൊ എന്താണ്? മീൻ എന്താ ഉണങ്ങാഞ്ഞേ ചോദിച്ചപ്പോ നമ്മുടെ ബൂടിയമ്മനോട് മീന് പറഞ്ഞു എന്താണ്? പുല്ല് വളർന്നത് കൊണ്ടാണ്. അപ്പൊ ബൂടിയമ്മ പുല്ലിന്റെ അടുത്ത് പോകുന്ന സമയത്ത് പുല്ല് പറയും പശു എന്നെ തിന്നില്ല. പശുവിന്റെ അടുത്ത് പോകുന്ന സമയത്ത് ഔരത്തന്നെ അഴിച്ചു വിട്ടില്ല. ഔരത്തിന്റെ അടുത്ത് പോകുന്ന സമയത്ത് അരുത്ത് പറയും കുട്ടി കിടന്ന് കരഞ്ഞു. കുട്ടീന്റെ അടുത്ത് പോകുന്ന സമയത്ത് കുട്ടി പറയും ഉറുമ്പ് കടിച്ചു. അപ്പൊ അങ്ങനെ പോയിട്ടുണ്ടായിരുന്ന ഒരു സ്റ്റോറിയാണ് അല്ലെ. അപ്പൊ അവിടെ നിന്നൊക്കെ നമുക്ക് എന്ത് വരാം? സംഭാഷണം വരാം. ഏത് ഭാഗത്തു നിന്ന് വേണമെങ്കിലും സംഭാഷണം വരാം. നമുക്ക് ഇവിടെ തന്നിട്ടുള്ള സംഭാഷണം ഏതാണെന്നറിയോ? ബച്ചടയുടെ അടുത്ത് പോയ സംഭാഷണമാണ്. മക്കൾക്ക് ഏത് വേണമെങ്കിലും ചോദിക്കും കേട്ടോ. അത് കൃത്യമായിട്ട് നോക്കുക. അപ്പൊ സീക്കടി പറഞ്ഞിട്ട് ചിലപ്പം മക്കൾക്ക് ഹിന്റ് തരും, ഇവിടെ എഴുതാൻ വേണ്ടി പറയും. ചിലപ്പോൾ ഔരത്തും ബൂടിയമ്മയും തമ്മിലുള്ള സാധനം തരും, എഴുതാൻ വേണ്ടി പറയും. എങ്ങനെ പറഞ്ഞാലും എൻ്റെ മക്കൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് ആ പാഠഭാഗം വായിച്ചിട്ടുണ്ടാവണം. അപ്പൊ പാഠഭാഗം കൃത്യമായിട്ട് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇത് എഴുതാൻ വേണ്ടി പറ്റുള്ളൂ കേട്ടോ. അപ്പൊ നോക്കാം, ബൂടിയമ്മയാണ് ആദ്യം ചോദിക്കുന്നത് കേട്ടോ. ബൂടിയമ്മ എങ്ങനെയായിരുന്നു? എല്ലാരും വിളിക്കുന്ന ഒരു ടോൺ ഉണ്ടായിരുന്നല്ലോ. ബച്ചടേ ഓ ബച്ചടേ തും കഹാം ഹോ. ഇത് നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ തന്നു. അപ്പൊ ബച്ചട പറയുവാണ് മേ യഹാഹും, ഞാൻ ഇവിടെ ഉണ്ട് എന്ന് പറയുവാണ്. എന്നിട്ട് മക്കൾക്ക് ഇവിടെ കുറച്ച് ഭാഗങ്ങൾ തന്നിട്ടുണ്ട്. ഇത് ഓർഡറിലാണോ തന്നേക്കുന്നത്? അല്ല. മക്കൾ ചില സമയത്തുണ്ടല്ലോ ഇത് അതേപോലെ അങ്ങോട്ട് എഴുതി വെച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. കാരണം ഇത് ഓർഡറിലല്ല. ഇത് ഓർഡറിൽ എഴുതേണ്ട ഡ്യൂട്ടി മക്കൾക്കാണുള്ളത്. ഓക്കെ, അപ്പൊ മക്കൾ സ്വന്തമായിട്ടൊന്നും ഉണ്ടാക്കണ്ട. പക്ഷെ ഓർഡറിൽ എന്ത് ചെയ്യണം? ഈ വാർത്താലാപം പൂർത്തിയാക്കണം. നോക്കിക്കേ, ശ്രദ്ധിച്ച്, ഇത് വന്ന ക്വസ്റ്റ്യൻ ആണേ. നമുക്ക് എക്സാമിന് വന്ന ക്വസ്റ്റ്യൻ ആണ് മിസ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ എന്റെ മക്കൾ നോക്കാം, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് കേട്ടോ ഇത്. നോക്കിക്കേ, ബൂടി അമ്മ ഗർക്കി ഔരത്തിനെ മേരി രസി നെഹി ഘോലി. അപ്പൊ ഇത് സംഭാഷണത്തിന്റെ ഭാഗങ്ങളാണ്. നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് മലയാളം അർത്ഥം വായിക്കാം, എന്നിട്ട് ഒന്ന് ഇത് ചെയ്തു നോക്കാം കേട്ടോ. ബൂടി അമ്മ, വയസ്സായ അമ്മേ, ഗർക്കി ഔരത്ത്, വീട്ടിലെ സ്ത്രീ ഉണ്ടല്ലോ, എന്നെ എന്ത് ചെയ്തില്ല? മേരി രസി, എന്റെ കയർ എന്ത് ചെയ്തില്ല? ഓപ്പൺ ആക്കിയില്ല എന്നാണ് പറയുന്നത് അല്ലെ. അതേപോലെ തന്നെ അതായത് നമുക്കറിയാം ഇത് ബച്ചടെ പറഞ്ഞ ഡയലോഗ് ആയിരിക്കും, അല്ലാണ്ട് ബൂടിയമ്മ പറയില്ലല്ലോ എന്നെ കയർ അഴിച്ചു വിട്ടില്ല എന്നുള്ളത്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. അടുത്ത് നോക്കിട്ടെ, തും ഔരത്ത് സേ പൂച്ചോ. നിങ്ങൾ ഔരത്തിനോട് സ്ത്രീയോട് പോയി പൂച്ചോ, ചോദിക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ ഔരത്തിനോട് ചോദിക്കൂ എന്ന് പറഞ്ഞിട്ടുള്ളതും ആരായിരിക്കും? ബച്ചടേ ആയിരിക്കും അല്ലെ, അല്ലാണ്ട് ബൂടിയമ്മ പറയത്തില്ല ഇത്. ഓക്കെ, ക്യോ നെഹി ഗോലി എന്ന് തന്നിട്ടുണ്ട്. ക്യോ നെഹി ഗോലി വെച്ചെന്താണ്? എന്തുകൊണ്ട് ഓപ്പൺ ആക്കിയില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് അഴിച്ചില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ട്? ഓക്കെ, എന്തുകൊണ്ട് അഴിച്ചില്ല എന്നുള്ള ഒരു ചോദ്യം ഉണ്ട് അല്ലെ. അഴിച്ചില്ല എന്നുള്ളതാണ് തന്നിട്ടുള്ളത്. പിന്നെന്താണ്? അത് ആര് ചോദിക്കാനായിരിക്കും ചാൻസ്? ഓക്കെ, എന്തുകൊണ്ടാ അഴിക്കാഞ്ഞേ
എന്ന് നമ്മുടെ ബച്ചട പറയില്ലല്ലോ, നമ്മുടെ ബൂടിയമ്മയായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക. ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ഓക്കെ, ക്വസ്റ്റ്യൻ മാർക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് ക്വസ്റ്റ്യൻ ചോദിച്ചത് ബൂടിയമ്മയാന്നുള്ള കാര്യം എൻ്റെ മക്കൾ ആലോചിക്കുക കേട്ടോ. ക്വസ്റ്റ്യൻ മാർക്കുള്ള സംഭവങ്ങളൊക്കെ എന്തായിരിക്കും, ബൂടിയമ്മ ചോദിച്ചതായിരിക്കും. അങ്ങനെ മക്കൾ കണക്ട് ചെയ്യുക കേട്ടോ. അപ്പൊ ഏത് വന്നാലും ക്വസ്റ്റ്യൻ മാർക്കുള്ള സംഗതികളൊക്കെ നമ്മുടെ ബൂടിയമ്മ ചോദിച്ചതായിരിക്കും. ബാക്കി പറയുന്നതായിരിക്കും ആര്, ബാക്കിയുള്ള കഥാപാത്രങ്ങൾ പറയുന്നുണ്ടാവുക കേട്ടോ. നോക്കിയേ, ക്യൂ നെഹി ഖോലി, എന്തുകൊണ്ട് അഴിച്ചില്ല എന്ന് ചോദിക്കുവാണ്. അപ്പൊ നമ്മൾ പറയാണ് തുമ്നെ ഗാസ് ക്യൂ നെഹി ഖായി, നീ എന്തുകൊണ്ട് ഗാസ് മീൻസ് എന്താണ്, പുല്ലാണ് അല്ലെ, പുല്ല് എന്തുകൊണ്ട് കഴിച്ചില്ല എന്നുള്ള ചോദ്യമാണ്, കഴിച്ചില്ല. ഓക്കെ, ഇതൊക്കെ അപ്പൊ ബൂടിയമ്മയായിരിക്കും ചോദിച്ചിട്ടുണ്ടാവാ. ഇനി എന്റെ മക്കൾ എന്ത് ചെയ്യാ, ഇങ്ങോട്ടേക്ക് വരാ. നോക്കാ, ഇത് ഓർഡറിൽ എഴുതി കൊടുക്കണം. നോക്കിക്കേ, ബച്ചടേ ഓ ബച്ചടേ നീ എവിടെയാണ് എന്ന് ചോദിക്കുന്ന സമയത്ത് മേ യഹാഹും, ഞാൻ ഇവിടെയാണ്. അപ്പൊ ബൂടിയമ്മ എന്തായിരിക്കും അടുത്ത് ചോദിക്കുന്നുണ്ടാവാ, നീ എന്തുകൊണ്ട് എന്താ പുല്ല് കഴിച്ചില്ല എന്നുള്ള ചോദ്യമല്ല ആദ്യം ചോദിക്കാതെ 4ാമത്തെ സെന്റൻസ് ആയിരിക്കും ആദ്യം ചോദിക്കുന്നത്. എന്റെ മക്കൾ കൃത്യമായിട്ട് അത് എഴുതുന്നു, ഫുൾ എഴുതുന്നു. പിന്നെ 2ാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരിക്കും, നമ്മുടെ ബച്ചഡേ ആൻസർ പറയുമായിരിക്കും അല്ലെ. ബച്ചഡയുടെ ആൻസർ എന്തായിരിക്കും, ബൂടിയമ്മ എന്നെ ഉണ്ടല്ലോ ആര്, നമ്മുടെ സ്ത്രീ അഴിച്ചു വിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ കഴിക്കാഞ്ഞത്. അപ്പൊ 1ാമത്തേതാണത്, 1ാമത്തെ ആ സെന്റൻസ് ഫുള്ള് എന്റെ മക്കൾ എഴുതുന്നു. അപ്പൊ ബൂടിയമ്മ വീട്ടിലെ ഔരത്തന്നെ അഴിച്ചു വിട്ടില്ല എന്ന് പറയുന്ന സമയത്ത് ബൂടിയമ്മ അടുത്ത് എന്താ ചോദിക്കുക, എന്തുകൊണ്ടാണ് അഴിച്ചു വിടാഞ്ഞത് എന്ന് ചോദിച്ചു അല്ലെ. അത് ഇവിടെ ക്യൂ നെഹി ഖോലി. അപ്പൊ നമ്മൾ 3ാമത്തെ സെന്റൻസ് ഇവിടെ എഴുതി കൊടുക്കുന്നു. അപ്പൊ നമ്മുടെ ബച്ചട ചോദിക്കും, എന്തിനും എന്നോട് ചോദിക്കുന്നേ, തും ഔരത്ത് സേ പൂച്ചു, നമ്മുടെ ഔരത്തിനോട് സ്ത്രീയോട് പോയി ചോദിക്കൂ എന്ന് പറഞ്ഞ ഭാഗം അല്ലേ 2ാമത്തെ ഭാഗം. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുന്നത്. ഇത് നമുക്ക് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഇതേ മോഡൽ ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ നാളത്തെ എക്സാമിന് നമുക്ക് വരും, എന്തായാലും വരും. നമുക്ക് ഈ ഒരു പാഠത്തിൽ നിന്ന് വരാനുള്ള ക്വസ്റ്റ്യൻ ഇതാണ്. അപ്പൊ ഇത് തന്നെ വരണം എന്നില്ല, എങ്ങനെ വരാം, നമ്മുടെ ഗാസിന്റെ വരാം, അല്ലെങ്കിൽ സീക്കടി മച്ചിലിയുടെ വരാം, പിന്നെ എന്താണ്, അങ്ങനെ ആരത് വേണമെങ്കിൽ ഔരത്തിന്റെ വരാം, അങ്ങനെ ആരത് വേണമെങ്കിൽ വരാം. പക്ഷെ എഴുതേണ്ട മെത്തേഡ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഈ മെത്തേഡ് വെച്ച് എന്റെ മക്കൾ എന്ത് ചെയ്യുക, വാർത്താലാപ് കൃത്യമായിട്ട് എഴുതാൻ വേണ്ടി ശ്രമിക്കണം കേട്ടോ. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും വരും, നമുക്ക് വാർത്താലാപ് നാളത്തെ എക്സാമിന് എന്തായാലും വരുന്നുണ്ടാവും. അപ്പൊ മക്കൾ കൃത്യമായിട്ട് ഇത് എഴുതേണ്ട രീതി കൂടി നോക്കുക. ഓർഡറിലായിരിക്കില്ല തന്നത്, ഓർഡറിൽ എഴുതേണ്ട ഡ്യൂട്ടി മക്കൾക്കാണ്. അപ്പൊ ക്വസ്റ്റ്യൻ മാർക്ക് വന്നതൊക്കെ നമ്മുടെ ബൂടിയമ്മ പറഞ്ഞതായിരിക്കും. ഈ 2 പാഠത്തുനിന്ന്, രൂരുവിന്റെ പാഠത്തുനിന്നും ബൂടിയമ്മയുടെ പാഠത്തുനിന്നും മാത്രമേ നമുക്ക് വാർത്താലാപം വരുള്ളൂ കേട്ടോ. അപ്പൊ അത് വെച്ചിട്ട് എന്റെ മക്കൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് എഴുതാൻ വേണ്ടി ശ്രമിക്കുക. എന്റെ മക്കൾക്ക് എന്തായാലും എഴുതാൻ വേണ്ടി പറ്റും, ഒരു സങ്കടവും ഇല്ല, പേടിക്കൊന്നും വേണ്ട. യു ക്യാൻ ഡു ഇറ്റ്. ഒരു ടെൻഷനും ഇല്ലാണ്ട് എഴുതാം കേട്ടോ. നല്ല കോൺഫിഡന്റ് ആയിട്ട് എഴുതാൻ വേണ്ടി ശ്രമിക്കുക എക്സാം കേട്ടോ, ടെൻഷൻ അടിക്കാതെ. അപ്പൊ നന്നായിട്ട് എക്സാം എഴുതാം. ഓൾ ദ ബെസ്റ്റ്, ബൈ.